ഛത്തീസ്ഗഡ് ഒഡീഷ ഏരിയയിൽ ഒരു ട്രൈബൽ ഏരിയ കേട്ടോ, ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. അങ്ങനെ ഇവിടെ വന്നാണ് ഞാൻ രാത്രി പെട്ടുപോയത് ശരിക്കും. कितना स्टेट लेवल पार करेंगे ना 100 हेलो गाइस लोकेशन चेंज करना ना। हाँ बताया ना। सिगिरी बीरगुड़ी देन सिहावा देन नगरी। अच्छा अरे यार पैक हो गया यार, बच्चे लोग का दिल तो रख लो। फोटो फोटो हाँ वही तो बोल रहे हैं। उतर जाओ आप अपने फोन से ले लो। सेल्फी हाँ ओके ओके सेल्फी क्या बिकॉज ऑफ यू। नहीं अपने साथ आपके साथ दिखाओ। मैं कैप्चर कर रहा हूँ, दिखाओ कैप्चर मैं कर रहा हूँ, आप सामने कर रहे हो। चलो बच्चे चलो उतर जाओ। डाउन चलो हाँ चलो ऐसे उधर देख ए बच्चे उधर देखो। हाँ वे दहन मोर दहन मैं पाए दूं फोटो ये दहन लाना पाछू दहन अच्छा दिखेगा। यहाँ बैठा ये दहन ना पे जल्दी ये दहन भेज चला उनका फेस अरे उनका फेस चलो हम भी स्टोरी लगाएंगे भाई। अपने गांव में आया था, छोटा सा वीडियो वीडियो आप उसको ना अपने एडिट करके कर लेना। एडिट करके अपने वीडियो में कैप्चर कर देना उसमें। आदिवासी पारल जानी यार बांटता हूँ आपका। चलो चलो एक छोर सामने से चलो। हाँ हम भी आ रहे हैं इधर चलो നമ്മളിവിടെ ഛത്തീസ്ഗഡ് അല്ലേ? ഛത്തീസ്ഗഡിൽ വന്ന് ഇനി ഇവിടുന്ന് മുമ്പിലേക്ക് ഒരു 25 കിലോമീറ്റർ ഫോറസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇവര് പറഞ്ഞ് ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളെ ഈ റൂട്ട് സീനാന്ന് പറഞ്ഞ് എന്നിട്ട് തിരിച്ച് നമ്മളെ വേറൊരു റൂം സെറ്റ് ചെയ്ത് അങ്ങോട്ട് പിടിയാണ് കേട്ടോ. ഇവിടുന്ന് ഇത്ര ആൾക്കാരുണ്ട് ഇല്ല കറക്റ്റ് ആ ഫോറസ്റ്റ് കയറാൻ പോകാൻ നേരമാണെന്ന് നമ്മളടുത്ത് പറഞ്ഞത്. ഇനി മുമ്പിലേക്ക് പോകാൻ പറ്റില്ല, റിസ്ക് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് ഇനി റിട്ടേൺ പോയേനെ കേട്ടോ. थैंक यू धन्यवाद। एक लास्ट डायरेक्शन दे रहा हूँ, ठीक है? आप कुछ गलती मत करना। आपको लास्ट डायरेक्शन दे रहा हूँ। लास्ट डायरेक्शन आपका ये है, आप बैक जाने पर ना सीधा आप जाना बीरगुड़ी। हाँ बीरगुड़ी लोकेशन ले लेना। लोकेशन आपको बता पहुंचो जी थोड़ा सा। अरे वहाँ का क्या नाम पता? प्रेम लॉज ना। प्रेम लॉज ठीक है। तो आपको डायरेक्शन उसमें बता देता हूँ, ठीक है? आपको कहाँ से कैसे जाना है? आपने यहाँ से कहीं लेफ्ट सेम रोड जुवानी नहीं, उधर नहीं जाना, कुछ नहीं जाना है आपको। यहाँ से स्टेट पूरा नहीं, गो टू स्टेट। हाँ गो टू स्टेट। जैसे आप ही मुड़ोगे ना गो टू स्टेट जाना। मैं बताना है वही देखो बता लोकेशन में आपको सीधा बता रहा हूँ, ठीक है? आपको कहीं नहीं जाना। अभी आप यहाँ पर हो, ठीक है? आपको कुछ नहीं करना है, रोड पकड़ के जाना है यहाँ पर, ठीक है? यहाँ जाओगे, ये आपको होगी फाइनल डेस्टिनेशन। फाइनल डेस्टिनेशन देन राइट देन राइट देन लेफ्ट नगरी देन यहाँ से 36 मिनट। आप इससे ज्यादा भाई हेल्प नहीं कर पाएंगे भाई। ओके थैंक यू। क्या है थोड़ा लैंग्वेज का भी वो है ना।
दिक्कत है। മലയാളം മലയാളം हाँ वही तो लैंग्वेज आपका मलयालम है या क्या है? आगे देन उधर जाने के लिए ना थोड़ा सा दिक्कत है। दिक्कत समझते हो? दिक्कत ദിക്കത്ത് उधर मत जाना भाई, सीधा वापस ही जाओ, फिलहाल बाहर लॉज में रुक जाओ, उसके बाद कल चले जाना। ആ ഓക്കെ अभी नाइट में आप फुल फॉरेस्ट ഫുൾ ഫോറസ്റ്റ് फुल फॉरेस्ट लग गया ऑल द बेस्ट। ഓക്കെ താങ്ക് യു ഓക്കെ 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 നേരെ കേരളത്തിലേക്ക് വെച്ച് പിടിക്കാന്നുള്ള റൂട്ടിൽ ഛത്തീസ്ഗറിൽ നിന്ന് നേരെ ഒഡീഷ വഴി തെലങ്കാന ആ ഒരു റൂട്ടാണ് ഞാൻ പ്ലാൻ ചെയ്ത് വന്നത്. പക്ഷേ ഈ ഒരു റൂട്ടിൽ രാത്രി ഇപ്പോൾ സമയം ഒരു 10 മണിയൊക്കെ ആകണുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ ഒരു കടയിൽ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. അപ്പോൾ അവർ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ചോദിച്ചത് ഞാൻ ആരാണ് എന്താണെന്നൊക്കെ ഉള്ള സ്ഥിതിയിൽ ആദ്യം കലിപ്പ് സംസാരമായിരുന്നു. അത് പറഞ്ഞ് രാത്രി ഈ റൂട്ടിലൂടെ ഇനി മുമ്പോട്ട് പോകാൻ പാടില്ല, ഇവിടെ മാവോയിസ്റ്റ് ഉള്ള ഏരിയയാണ്, അങ്ങനെ കുറേ സീനൊക്കെ അവർ പറഞ്ഞു. അന്നേരം എനിക്ക് ക്യാമറ ഓൺ അല്ലായിരുന്നു. അങ്ങനെ അത് പറഞ്ഞു ഇനി അവർ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സീനാണ്, അങ്ങോട്ട് പോകൽ റിസ്ക് ആണ്. അതുകൊണ്ട് ഏകദേശം കുറേ പുറകിലേക്ക് പോയിട്ട് വേറൊരു റൂട്ട് കയറി കഴിഞ്ഞാൽ ചെറിയൊരു ടൗൺ കിട്ടും, അവിടെ റൂമുണ്ട്, അവിടെ റൂം എടുത്ത് കിടന്നുറങ്ങിയിട്ട് രാവിലെ പോയാൽ മതി. ഈ റൂട്ടൊക്കെ രാത്രി സീനാണ്. ഇവിടുന്ന് തിരിച്ചു പോണ വഴിക്കും ആരെങ്കിലുമൊക്കെ റോട്ടിൽ നിന്ന് കൈ കാണിച്ചാലും വണ്ടി നിർത്തിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. അങ്ങനത്തെ ഒരു ഡേഞ്ചർ ഏരിയയിലാണ് ഈ ഒരു രാത്രി സമയത്ത് വന്ന് പെട്ടേട്ടോ. പക്ഷെ കറക്റ്റായിട്ട് നമുക്ക് അവരോടൊന്ന് പറഞ്ഞു തന്നതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റി. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നേരെ വെച്ച് പിടിച്ച് ഫോറസ്റ്റ് റൂട്ട് കയറി ഇനി അവിടെ പോയി പെട്ട് പോകേണ്ട ഒരു പെട്ട് പോയേക്കാൻ ചിലപ്പോൾ നമ്മൾ ആ വഴി രക്ഷപ്പെട്ട് പാസ് ചെയ്ത് പോയേക്കാം, അതൊന്നും ചിലപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും അവരത് പറഞ്ഞ് പേടിപ്പിച്ചതുകൊണ്ട് പിന്നെ മുമ്പിലേക്ക് പോകാൻ പേടി. അതുകൊണ്ട് തിരിച്ച് ഇവിടെ ബാക്ക് സൈഡ് പോയാണ്. ഇവിടെ ആ റൂമിൻ്റെ റേറ്റ് വിളിച്ച് ചോദിച്ചപ്പോൾ 500 റൂമിന് രാവിലെ വരെ റേറ്റ്. അപ്പോൾ പിന്നെ എന്തായാലും രാത്രി പോകണമെന്ന് വെച്ചു. പിന്നെ ഈ ഏരിയയിൽ അങ്ങനെ റൂമും കാര്യങ്ങളൊന്നുമില്ല, ആകെ ആ ഒരു റൂട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഛത്തീസ്ഗഡ് ഒഡീഷ ഈ ഒരു റൂട്ടിൽ കൂടിയൊക്കെ രാത്രി റൈഡ് വരാൻ പ്ലാനുള്ളവർ, യാത്ര ചെയ്യാൻ പ്ലാനുള്ളവർ അത് ഒഴിവാക്കണതാണ് നല്ലത്. അതുപോലെ തന്നെ ഈ ഒരു റൂട്ടൊക്കെ കണ്ടില്ലേ, വീടുകളും കാര്യങ്ങളൊന്നും പല സ്ഥലങ്ങളിലും ഇല്ല, ഫുള്ള് തുറസായ സ്ഥലങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ വെച്ച് എന്തെങ്കിലും സീൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടിയതാണ്. ഓൾ ഇന്ത്യ മുഴുവൻ ഏകദേശം എല്ലാ ഭാഗത്തും കൂടി നൈറ്റ് റൈഡൊക്കെ ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ലഡാക്കിലൂടെ തന്നെ നൈറ്റ് റൈഡ് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ രാജസ്ഥാൻ, ഗുജറാത്ത് പല സ്ഥലങ്ങളിലും നൈറ്റ് റൈഡ് പോയിട്ടുണ്ട്. എങ്കിലും പക്ഷേ ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് കുറച്ച് റിസ്ക് കൂടുതലായിട്ട് തോന്നിയത്. ഇവിടെ ഈ മാവോയിസ്റ്റ് ടെററിസ്റ്റ് ഏരിയ അങ്ങനത്തെ ഒരു സീനാണ് ഈ ഒഡീഷ ഛത്തീസ്ഗഡ് ബോർഡർ ഏരിയയൊക്കെ, അങ്ങനത്തെ ഒരു സീനാണ് അവർ പറയണത്. അപ്പോൾ രാത്രി യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ പിടിച്ചു വെക്കും എന്നുള്ളൊരു സീൻ ഇവർ പറയുന്നുണ്ട്. പിന്നെ മൃഗങ്ങളുടെ ശല്യം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവർ പറയാനില്ല. പക്ഷേ ഇതാണ് ഇവിടുത്തെ സീൻ, രാത്രി ഈ വഴി യാത്ര ചെയ്യാൻ പറ്റില്ലെന്നാണ് ഈ ഒരു റൂട്ടിലെ സീൻ. നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ ലൈറ്റ് കണ്ടില്ലേ, ഇത് യെല്ലോ ആണ് ഇട്ടേക്കണത്. വൈറ്റ് ആണെങ്കിൽ അത്യാവശ്യം കുറച്ചുകൂടി പവർ കിട്ടും, പക്ഷേ ഓപ്പോസിറ്റ് വന്ന് എൻ്റെ മുഖത്തേക്ക് അടിക്കും ഭയങ്കരമായിട്ട് വൈറ്റ് കളർ. പക്ഷേ യെല്ലോ ആകുമ്പോൾ വലിയ സീനില്ല. ഇത് LGPൻ്റെ ആണ് കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ വീഡിയോൻ്റെ താഴെ കൊടുക്കാം.